എല്ലാവരും പള്ളിയിൽ പോയിരിക്കും അല്ലയോ? അയ്യോ, ഇവിടൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്. ഭയങ്കര ഇറക്കാന്നല്ലോ. ആ പള്ളി ഫുഡ് കഴിഞ്ഞിട്ടുള്ള പരിപാടി മതി. എന്തുവാ കഴിക്കാൻ? ബിരിയാണിയാണോ? ബിരിയാണി ആയിരിക്കും. കൂടുതൽ ഇൻട്രോയും മറ്റതും ഒന്നുമില്ല. നമ്മൾ ദുബായിലുള്ളൊരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോവുകയാണ്. നോമ്പ് എടുത്തിട്ടുണ്ടോയെന്നൊന്നും ചോദിക്കരുത്, പക്ഷെ നമ്മൾ നോമ്പ് തുറക്കാൻ പോവാം. പള്ളി വേണമെങ്കിലൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോമ്പ് തുറ ഇല്ലേ? നോമ്പ് തുറ ഉണ്ടാവാതിരിക്കത്തില്ല. അവിടെ പച്ചകളൊക്കെ കറങ്ങി കിടപ്പുണ്ട്. എന്തായാലും നോമ്പ് തുറ കാണാൻ ചാൻസ് ആണ്. ആ നോമ്പ് തുറയുണ്ട്. എല്ലാവരും ഇവിടെ ഫുഡൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ലുക്കിന് എന്താണ് കുഴപ്പം? എല്ലാവരും ഇവിടെ നോമ്പുതുറയുടെ പരിപാടിയിൽ ഭയങ്കര ബിസിയാണ്. നോമ്പുതുറയ്ക്ക് കൊടുക്കുന്ന പരിപാടികളൊക്കെയാണ്. ലെബനപ്പ്, ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, വെള്ളം എല്ലാം എടുക്കൂലേ? ആണ് കിറ്റ് വരുന്നത്. കിറ്റിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഒരു ഓറഞ്ച് വരുന്നുണ്ട്, ഒരു വാട്ടർ വരുന്നുണ്ട്, ഒരു ബോക്സ് ബിരിയാണി വരുന്നുണ്ട്. ബിരിയാണിയാണ്? ആ, എന്ത് ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി ഇന്ന് ഞാൻ പൊളിക്കും. ഫുള്ള് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ, എല്ലാവരും ഭയങ്കര ബിസിയാണ് കേട്ടോ.
മൈക്ക് കയ്യിലെടുത്ത് ഇത്തപ്പോഴാണ് പിന്നെ അല്ല പൊളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു ഒരു മിനിറ്റ്. യൂട്യൂബിൽ വരും. സോളോ സ്റ്റോറി. ഹലോ എടാ, പള്ളിയിൽ നോമ്പ് തുറക്ക്. പള്ളിയിൽ നോമ്പ് തുറ. ഇവിടുത്തെ പള്ളിയിൽ. എന്താ നീ എവിടെ? റൂമിലില്ല ഞാൻ. വാ ഇങ്ങോട്ട് വാ, ഇവിടെ മന്തിയാ. മന്തി. എന്തോ കേട്ടില്ല. 5:45 ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം സെറ്റിങ്സിലാണ്. ഞാനിവിടെ സെറ്റിങ്സാണ്. ഇന്നിവിടെ ഞാനാണ് ഇൻചാർജ്, ഹെഡ്. ബാടാ, വാ ഇങ്ങോട്ട്. ഛേ, നീ എന്തെന്നാണത്? ഒരു ഉത്തരവാദിത്തമില്ലല്ലോ നിനക്ക്. ഓക്കെ. ഇവിടെ ഞാനേ ബാ സോളോ സ്റ്റോറി. Hello guys, do follow and subscribe Solo Story. Okay. അവിടെ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ആ സാധനം കൊണ്ടൊന്ന് എടുത്തിട്ട് വരാം. ചെമ്പിനകത്താണ് ബിരിയാണി കേട്ടോ. ചെമ്പിനകത്ത് ഫുള്ള് ബിരിയാണി. അതിനകത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ലെമനപ്പ്. ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ആണ് കേട്ടോ. ഫുള്ള് ഇവിടെ സെറ്റിങ്സ്. ഒന്ന് പോക്കടാ. അതിലുണ്ടാവല്ല അപ്പഴേ ബിരിയാണി പൊളി. ചിക്കന് മട്ടൺ ബിരിയാണി, ബീഫ് പുലാവ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോളോ സ്റ്റോറി. നിങ്ങള് ഏത് ഗ്രൂപ്പാ? എന്തിന്റെ സേവനം? ഇവിടുത്തെ നമ്മുടെ ഇമാമിന്റെ അബ്ദുറഹ്മാൻ മുഹമ്മദ് ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മുതൽ സീരിയസ് ആയിട്ട് മൂപ്പരനെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എടുത്തിട്ട് നമ്മൾ ഒന്നിച്ച് തുടങ്ങി. 4 ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയ പരിപാടിയാണ്. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും. കഴിഞ്ഞ വർഷം 30 ദിവസം കൊടുത്തു. 30 ദിവസം 3-4 വർഷമായി തുടങ്ങി. കുറഞ്ഞ ഓപ്ഷൻ. ഓക്കെ. ഒന്നുമില്ല, 3 വർഷമായിട്ട് നല്ല രീതിയിൽ 10-600 ഒരാളുണ്ടാവും. ഇന്നലെ മേലാളുണ്ട്. പിന്നെ ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്. നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്തു പോകുന്നുണ്ട്. ഫുഡ് അതിനനുസരിച്ച് ഫുഡും കിട്ടുന്നുണ്ട്. ഓക്കെ. നല്ല കിടിലം ബിരിയാണി. 2 സെറ്റ് ബിരിയാണിയാണ് വന്നിരിക്കുന്നത്. 2 ചെമ്പ് നിറച്ച് ബിരിയാണി. 2 ചിക്കനും മട്ടനും ബീഫും 3 തരം ബിരിയാണിയാണ് കൊടുക്കുന്നത്.
വ്യത്യസ്തമായ ഭക്ഷണം, ഫുഡിന്റെ വെള്ളമുണ്ട്, കാരക്കുണ്ട്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ജ്യൂസ്, കാരക്ക, ഈത്തപ്പഴം, വെള്ളം, ലെബന്, ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്, ഇതെല്ലാം കൂടിയുള്ള നോമ്പ് പറയാണ്. പൊളി കാര്യമായിട്ടുള്ള പരിപാടിയാണ് അല്ലേ? ഒരു 100-100 ആൾക്കാർ ദിവസം ഉണ്ടാവും. 700? 700 പേരുണ്ടാവും. ഇന്നലെയൊക്കെ 700ന്റെ മുകളിലുണ്ടായിരുന്നു. നമ്മൾ 4 മണി മുതൽ 8 മണി വരെ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇതിൽ യാതൊരു പ്രതിഫലമില്ല, ദൈവത്തിന്റെ തന്ന പ്രതിഫലം മാത്രം. കണ്ടോ, 1, 2, 3, 4, 5, 6 പേർക്കുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 പേര്. ഓക്കെ, ഇത് നമ്മളെ ഷെയ്ഖാണ്. ഓക്കെ, ഇവിടെ ഒരു ഗോൾഡൻ വിസൊക്കെ കിട്ടിയ ഒരു 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. മൂപ്പരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മളൊരു 10-20 ആൾക്ക് വേണ്ടി നോമ്പ് തുറ നടത്തിയായിരുന്നു അല്ലേ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി. അതിപ്പോൾ അൽഹംദുലില്ലാ ഒരു 700 ആളോളം നോമ്പ് തുറക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ 750 പേര് നമ്മൾ 20 തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ ഒരു തർത്തീബിൽ തർത്തീബിലാണ് നടക്കുന്നത്. മുപ്പറ് ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ട് ഓക്കെ അൽഹംദുലില്ലാ. مسجد الجسمي الحمد لله. مسجد الجسمي الراشدية 248 الحمد لله. يعني أمس كان 700 واليوم كمان حيزيدوا. الحمد لله كل الأمور مرتبة وماشي من أحسن ما يكون. وجزاكم الله خير. بارك الله فيك. إمام المسجد. السلام عليكم. എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഓരോ സെറ്റിങ്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് സെറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സ്ഥലം തോടുന്ന് പോയാലോ? ഇത് നമുക്കിങ്ങനെ ബൾക്കായിട്ട് പിന്നെ ഫ്രൂട്ട്സുകൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടേബിളായിട്ട് പലയിടത്തും നിങ്ങൾ ചില ആൾക്കാർ കീസായിട്ട് കൊടുക്കും, ഒരു പാക്കറ്റായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇത്ര വലിയൊരു ഇതിലൊരു യൂണിറ്റാണ്. ഇതേപോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 6 പേർക്കുള്ള ഭക്ഷണം ഒരുക്കുക. ഓക്കെ, ഒരു സെറ്റ് 6 പേർക്കുള്ള ഒരുമിച്ച് അല്ല, ഇത്രയും വലിയ സാധനം നമ്മൾ പിന്നെ റൈസ് അതിൽ കൊടുക്കും, 6 പേർക്ക് കൊടുക്കും. ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പോർഷനായിട്ട് കൊടുക്കും. അതെ അതെ അതെ, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോളോ സ്റ്റോറി പിന്നല്ല, നമ്മുടെ മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, LLC കമ്പനിയാണ് സോളോ സ്റ്റോറി. ഇതിപ്പോ കാലില്ലേ, ഫുള്ളാണ് കുറച്ചും കൂടി എടുത്തോ. നമുക്ക് ഇന്നലെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം ട്രീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആരെ നമ്മൾ വെറുതെ വിടില്ല, നോമ്പറക്കാൻ വരുന്നതല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ ലാസ്റ്റ് നമ്മളിത് വിരിച്ചതിനും കൂടുതൽ പുറത്തൊക്കെ ഇങ്ങനെ വിരിക്കണോ അത്ര ആൾക്കാർ വന്നില്ല. അതെ അതെ. പക്ഷെ എന്താ സംഭവിച്ചാൽ മാക്സിമം നമ്മളെല്ലാവരെയും കഴിപ്പിച്ചിട്ട് വിടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഈ വിളമ്പ ആൾക്കാർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ. ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഒരു ഈത്തപ്പഴോ വെള്ളമൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ തീർക്കുക. പക്ഷേ നമ്മൾ വരുന്ന ആൾക്കാർക്ക് ഫുഡ് പ്രതീക്ഷിച്ചിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് വിടും. അവരൊക്കെയാണ് അതിൻ്റെ മുന്നേ ആൾക്കാർ. അതാണ് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാം ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ലെബനപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം ഇപ്പോഴേ എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. ഒരു ഏകദേശം ഒരു 5-5:30, 5:45 ഉള്ളൂ. 6:30 നോമ്പ് തുറക്ക്. എന്നാലും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോഴേ വന്ന് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ സ്ഥലം പിടിച്ച് ആൾക്കാരൊക്കെ വന്ന് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തകൃതി പരിപാടിയിലാണ് കേട്ടോ. തകൃതി പണിയാണ്. ഇവിടെ മട്ടൻ ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ. മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി, അവിടെ ചിക്കൻ, എല്ലാ പരിപാടിയുണ്ട്. എല്ലാം പാഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടോട്ട് കൊണ്ട് സെർവ് ചെയ്തത്.
ഇത് സ്പോൺസേഴ്സ് പാഴ്സൽ ചെയ്തിട്ട് കൊണ്ടുതരുന്ന സാധനങ്ങളാണ് കേട്ടോ. അത് ഓരോരുത്തർ പാഴ്സൽ ചെയ്ത് കൊണ്ടുവരുന്നു. അതെല്ലാം കൂടെ നമ്മളിവിടെ കൊടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിവിടെ പാക്ക് ചെയ്ത് എല്ലാവർക്കും ഈക്വലായിട്ടപ്പോൾ കിട്ടും സാധനം. ഇത് നേരെ അവിടെ കൊണ്ടുപോയിട്ട് സെർവ് ചെയ്യല പരിപാടി. ഒമ്പം പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ മുഴുവൻ ഇരുന്ന് തുടങ്ങി കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നത് സമയം എടുക്കുന്നതോറും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും നോമ്പ് തുറക്കാനായിട്ടിരിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഡേറ്റ്സ് ആണ്. തേൻ പോലെ ഇരിക്കുന്ന സാധനം ഡേറ്റ്സ് ആണ്. എന്തോരം ആൾക്കാരാണ് നോക്കി. ഇന്നലെ ഇവിടെ 750 പേരായിരുന്നു വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയത്. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്ക് ശേഷം ഇവിടെ 750 പേര് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയത്. ഇപ്പോഴും സാധനം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. കണ്ടോ, അപ്പം തന്നെ എങ്ങനെ പോയാലും ഒരു 5 ചെമ്പ് ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. ബിരിയാണി, മന്തി, മട്ടനും സാധനങ്ങളൊക്കെ ആയിട്ട് 5 ചെമ്പുകളോളം സാധനങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ട് സാധനങ്ങൾ. അല്ല കണ്ടോ, നമ്മളെ ഓരോ അറബി വീട്ടിൽ അറബി വീട്ടിൽ നിന്ന് വരുന്നതാണ് അല്ലേ? എല്ലാം ഉണ്ട് അറബി വീട്ടിൽ നിന്ന്. ഇതൊന്നും പോരാതെ ഇവിടെ ഈ കൊടുക്കുന്ന സർവീസുകൾ പോരാതാണ് ഈ അറബി വീട്ടിൽ നിന്ന് വരുന്ന ഫുഡിൻ്റെ പാഴ്സലുകൾ. കണ്ടോ, എല്ലാം നിറച്ചു സാധനങ്ങളാണ് കേട്ടോ വണ്ടിയിൽ. കണ്ടോ, സാധനങ്ങൾ ഫുള്ളാണ്. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം എങ്ങനെ പോയാലും 5 or 6 വണ്ടികൾ നിറച്ച് സാധനം വന്നിട്ടുണ്ട്. കേട്ടോ, ബിരിയാണി അല്ല, ഇത് മന്തിയാണെന്ന് തോന്നുന്നു. മട്ടൻ മന്തി കാണാൻ പറ്റുന്നുണ്ടോ? മട്ടൻ്റെ മന്തി. ആളുകളൊക്കെ വന്ന് നിറഞ്ഞ്. ആറ് പേര് ഫുള്ള് തിരക്കാണ് കേട്ടോ. ഫുള്ള് തിരക്കും കാര്യങ്ങളുമാണ് കേട്ടോ. മൊത്തം എത്ര ആൾക്കാരാണ് ഇരിക്കുന്നതെന്നറിയോ നോമ്പ് തുറക്കാൻ. ജനസാഗരമാണ് കേട്ടോ, ജനസാഗരം. 6 പേര് കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്.
ഇതാണ് പള്ളി. പള്ളിയുടെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എടുക്കാം. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ വിഷ്വലിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങറ്റം വരെ ഉണ്ട്. കണ്ടോ സാധനങ്ങളുണ്ടോ? മട്ടൻ, ചിക്കൻ, മന്തി. മട്ടനും ഉണ്ട്, ചിക്കനും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ 6 പേർക്കായിട്ട് കൊടുക്കുന്നൊരു പോർഷനാണ്, 6 പേർക്ക്. ഇതിൻ്റെ കൂടെ കട്ട് ഫ്രൂട്ട്സ്, മറ്റേത് മറിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗ്രാൻഡ് നോമ്പ് തറ, ഗ്രാൻഡ് നോമ്പ് തറ. ആ ഇവിടെ ഫുള്ള് സർവീസിൽ നമ്മളും കൂടിയിട്ടുണ്ട്. അടുത്ത സാധനം കട്ട് ഫ്രൂട്ട്സ്. കുറച്ച് കുറഞ്ഞ് തീർന്നിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം സെർവ് ചെയ്തതിൻ്റെ ബാക്കി കേട്ടോ. ഇത് വേണ്ടോ, ലെമനപ്പ്. ഇതും ഡേറ്റ്സും ആണ് ആദ്യം ഇവർ നോമ്പ് തുറക്ക് യൂസ് ചെയ്യുന്നത്. ഡേറ്റ്സ് കണ്ടോ, ഇടില്ല സാധനം, നല്ല തണുപ്പുണ്ട്. സമയം കറക്റ്റായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6:30 തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥന തുടങ്ങിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഫുഡ് കഴിക്കാം. രാവിലെ മുതൽ ഫാസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പിരിക്കുന്നുണ്ടാവും. ബാങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിലവിടെ എത്തല്ല സ്പെഷ്യൽ ഡേറ്റ്സാ. ഓ പൊളി. ലബന പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.